ഹലോ ഗൈസ്, ആഫ്റ്റർ പ്ലസ് ടു മലയാളം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആയിരിക്കും. പക്ഷെ നഴ്സിംഗ് മേഖലയിലോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരം ഉണ്ടാവും. കാരണം ഇന്ന് ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയെയാണ്. അപ്പോൾ ഒരു നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് ഈ കരിയറിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നഴ്സിംഗ് കോഴ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം. നഴ്സിംഗ് എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ ലോകത്തിൽ നമ്മൾ ഈ മെഡിക്കൽ സെക്ടറിൽ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാക്കൻസീസും ഏറ്റവും കൂടുതൽ ജീവനക്കാരും വർക്ക് ചെയ്യുന്നത് നഴ്സിംഗ് മേഖലയിലാണ്. അപ്പോൾ ഇപ്പം ഈ ഇവിടെ അടുത്താണല്ലോ നഴ്സിംഗിന് സാലറി കൂട്ടണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വൈറലായിരുന്നു. ഇപ്പോൾ ഒരു ബേസിക് റവന്യൂ ഇപ്പോൾ കേരളത്തിൽ 20,000 + 25 ഒക്കെ ആക്കിയിട്ടുണ്ട് പല ഹോസ്പിറ്റലും. അപ്പോൾ നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടെന്നറിയാം. അപ്പോൾ നിങ്ങളുടെ ഒരു +2 കഴിഞ്ഞൊരു കുട്ടിക്ക് ഉണ്ടാകുന്ന ഡൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ആഫ്റ്റർ +2 മലയാളം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അതുപോലെ തന്നെ നഴ്സിംഗിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, ഞാനിപ്പോൾ മൈസൂരുള്ള ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള ഒന്ന് JSS മെഡിക്കൽ കോളേജിൽ അവിടുത്തെ JSS കോളേജ് ഓഫ് നഴ്സിംഗിൽ BSc നഴ്സിംഗ് 4ാം വർഷം വിദ്യാർത്ഥി, ഇപ്പോൾ പഠിച്ചിറങ്ങാൻ പോകുന്ന വിദ്യാർത്ഥിയാണ് മരിയ മാത്യു ഫ്രം താമരശ്ശേരി, കേരള. അപ്പോൾ മരിയ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ നിന്നും ഒത്തിരി കുട്ടികൾ ഞങ്ങൾക്ക് ഇപ്പോൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ ഒത്തിരി കുട്ടികൾ വരുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു കരിയർ പ്രോഗ്രാമാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നഴ്സിംഗിന് ആക്ച്വലി +2 കഴിഞ്ഞ കുട്ടികൾക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് BSc നഴ്സിംഗ്, 2 ജനറൽ നഴ്സിംഗ്. ജനറൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും കഴിഞ്ഞ കുട്ടികൾക്ക് +2 കഴിഞ്ഞ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ BSc നഴ്സിംഗിലോട്ട് വരുന്ന സമയത്ത് ഒത്തിരി കുട്ടികൾക്ക് ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട്. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡൗട്ടുകൾ ചോദിക്കുന്നത് ഒന്ന് ഈ കോഴ്സ് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ എന്ന് പല കുട്ടികളും ഞങ്ങളായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ചോദിക്കാറുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ, കാരണം ഒരുപാട് കുട്ടികൾ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ വേണ്ടത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് പല കുട്ടികളും ചോദിക്കാറുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ, ഇപ്പം മരിയൊക്കെ കേരളത്തിന് പുറത്ത് വന്നാണ് പഠിക്കുന്നത് നല്ല കോളേജിലാണ്. അപ്പോൾ ഇങ്ങനെ പുറത്ത് വന്ന് പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. സേഫ്റ്റിയുടെ കാര്യങ്ങളും ഒക്കെ, അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ മരിയയുടെ പേഴ്സ്പെക്റ്റീവിൽ നഴ്സിംഗ് എന്ന് പറയുന്ന മേഖലയെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? മരിയനെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഹായ്, ഞാൻ മരിയ. ഞാനിവിടെ JSS കോളേജിൽ 4th ഇയർ നഴ്സിംഗ് പഠിക്കുകയാണ്. അപ്പം ഞാൻ എങ്ങനെ നഴ്സിംഗിലോട്ട് വന്നതെന്ന് പറയുകയാണെങ്കിൽ, +2 കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് കോഴ്സ് എടുത്ത് ഒരു നല്ല പെട്ടെന്ന് ജോലി കിട്ടുക, അത് കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി സ്റ്റേബിൾ ആക്കുക, അതിനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആയി തോന്നി നഴ്സിംഗ്. പിന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞു നഴ്സിംഗ് എടുത്തോ. പിന്നെ ഞാൻ നീറ്റ് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ നീറ്റ് ട്രൈ ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടിയിട്ടില്ല. പിന്നെ വെറുതെ നമ്മൾ ഇനിയിപ്പോൾ കിട്ടുവാണെങ്കിൽ തന്നെ ചിലപ്പം 1-2 വർഷങ്ങൾ, എൻ്റെ കസിൻസൊക്കെ എടുത്തിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. അപ്പം വെറുതെ നമ്മൾ ഇയർ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ നഴ്സിംഗ് വന്നത് മെയിനായിട്ട്. പിന്നെ ഇപ്പോൾ പഠിക്കാൻ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചതുപോലെ കുഴപ്പമൊന്നുമില്ല. പഠിക്കണം എന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാം. നമ്മൾ പക്ഷെ ഒരു ചെറിയ ഇൻട്രസ്റ്റ് കാണിച്ചാൽ നല്ലതാണ്. പിന്നെ അറ്റൻഡൻസ് ഒക്കെ നമ്മുടെ ബാക്കിയുള്ള ഡിഗ്രി കോഴ്സസ് പോലെ അല്ല നഴ്സിംഗ്. അറ്റൻഡൻസ് മാൻഡറ്ററി ആണ്. പിന്നെ ഡ്രസ്സിങ്സ് കുഴപ്പമൊന്നുമില്ല. വേറൊരു ഇതാണ്, ഇപ്പോൾ ഡിഗ്രി കോഴ്സസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി സാധ്യതകളെല്ലാം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കൺഫേം ആണ്. ഓക്കെ, അപ്പോൾ നഴ്സിംഗ് ജോബ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ഇപ്പോൾ നഴ്സിംഗിലോട്ട് വരാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കേരളത്തിൽ വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇത് 2026
മരിയ ജോയിൻ ചെയ്തത് 2022 JSS. ആ സമയത്തൊക്കെ കേരളത്തിൽ അറൗണ്ട് ഒരു 4000 to 5000 സീറ്റ്സ് മാത്രമേ BSc നഴ്സിംഗിന് ഉണ്ടായിരുന്നുള്ളൂ, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിന്റെ അണ്ടറിൽ. ഇപ്പൊ നിലവിൽ ഒരു 2-3 വർഷത്തിന്റെ ഉള്ളിൽ 2025 ലാസ്റ്റ് ഇയർത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ അറൗണ്ട് 9900+ സീറ്റുകളുണ്ട്. അറൗണ്ട് ഒരു 10,000 സീറ്റ്സ് നിലവിൽ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ് നഴ്സിങ്ങിന്. അപ്പോൾ ഗ്രാജുവലി നഴ്സിംഗിന്റെ സീറ്റ് ഇൻടേക്കിങ്ങും കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നഴ്സിംഗ് കോഴ്സിന്റെ ഒരു ട്രെൻഡിങ് രീതിയിലോട്ട് എത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കൊറോണയാണ്. കാരണം കൊറോണയ്ക്ക് ശേഷം ഒത്തിരി പേർക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ജോബ് കിട്ടിയിട്ടുള്ളത് ആ കൊറോണ പീരീഡിലാണ്. കാരണം ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ, എഞ്ചിനീയേഴ്സ് ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, മറ്റുള്ള എനി പ്രൊഫഷൻസ്, നമ്മൾ സാധാരണ കടകൾ നടത്തുന്ന ആൾക്കാരായിക്കോട്ടെ, മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നഴ്സിംഗും അതുപോലെ തന്നെ മെഡിക്കൽ മേഖലയാണ് അന്ന് ഒരു കുടുംബത്തിലോട്ടൊരു വരുമാനമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ കൊറോണ നഴ്സിംഗിലോട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ പറയാനുള്ളത്? കൊറോണയ്ക്ക് ശേഷം നഴ്സിംഗ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മരിയയുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ് ഇതിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ? കൊറോണ വന്ന സമയത്ത് ബാക്കി എല്ലാ മേഖലയിലുള്ളവർക്കും ജോബ് മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ല, ഇൻക്ലൂഡിങ് ടീച്ചേഴ്സിനാണെങ്കിലും ഓൺലൈൻ ആയിരുന്നല്ലോ. പക്ഷെ നേഴ്സസിന് പറയുവാണെങ്കിൽ ആ സമയത്ത് ഫുൾ ടൈം വർക്ക് ആയിരുന്നു. കാരണം സിറ്റുവേഷൻ അതാണല്ലോ, മെഡിക്കലി അലേർട്ട് ആയിരുന്ന സമയമായതുകൊണ്ട് നേഴ്സസിന് ആ സമയത്ത് ജോബ് വേക്കൻസി കൂടി. ഹോസ്പിറ്റലിൽ ഒരു 10 നഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ 50 നഴ്സ് വരെ ആക്കി. കാരണം ഷിഫ്റ്റുകളുടെ എണ്ണം കൂടി. ഓക്കെ. അപ്പോൾ നഴ്സിംഗിന്റെ ഓപ്പർച്യൂണിറ്റീസ് ആ സമയത്ത് അബ്രോഡിലോട്ടാണെന്നുണ്ടെങ്കിലും നമുക്കറിയുന്ന ഒരുപാട് പേര് ഈ കൊറോണ ടൈമിലാണ് ഇവര് പുറത്തോട്ടേക്ക്. ശരിക്കും നഴ്സിംഗിന്റെ ഡിമാൻഡ് ശരിക്കും കൂടിയത് ആ ടൈമിലാണ്, കൊറോണ ടൈമിലാണ്. അപ്പോൾ ഈ ഡിമാൻഡ് കൂടിയതുപോലെ തന്നെ ഇപ്പോൾ മരിയക്ക് അറിയാലോ, ഇപ്പൊ നഴ്സിംഗിലോട്ട് വരുന്ന കുട്ടികളുടെ എണ്ണത്തിലും ഒരുപാട് കൂടുതലുണ്ട്. അപ്പോൾ ഇതിന് ഡിമാൻഡ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വരുന്ന കുറെ പേരുണ്ട്. ഡിമാൻഡ് മാത്രം മനസ്സിലാക്കിയിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സാണോ BSc നഴ്സിംഗ്? അല്ല, നമ്മള് അങ്ങനെ മാത്രം വന്നാൽ മേ ബി നമുക്ക് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അത് വെച്ച് മാത്രം വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ്, അതായത് നമ്മുടെ പേഷ്യനോട് ഇന്ററാക്ട് ചെയ്യണം, പിന്നെ നമ്മുടെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ആണ്. നമ്മുടെ മൈൻഡ് ഫുള്ളി നമ്മൾ വരുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. നമ്മൾ പോകുമ്പം നമ്മുടെ ബിഹേവിയർ മാറും, മൈൻഡ് മാറും, എല്ലാം മാറും. അതുകൊണ്ട് ആ ഒരു ഫോക്കസ് വെച്ച് മാത്രം വരികയാണെങ്കിൽ കാര്യമില്ല. അടുത്തത്, നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആക്ച്വലി ഒരുപാട് പേര് പറയുന്നുണ്ട് MBBSന്റെ അത്രത്തോളം പഠിക്കാനില്ലെങ്കിലും ഏകദേശം ഒരു MBBSന്റെ അത്ര തന്നെ പഠിക്കാനുണ്ട് എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇപ്പോൾ സർജറി ആയിക്കോട്ടെ, കുറച്ച് ഫാർമക്കോളജിയുടെ കുറച്ച് ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമേ കുറവുള്ളൂ, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കും പഠിക്കാണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലുള്ള സത്യാവസ്ഥ എന്താണ്? ഇത് എന്താണ് ഇതിന്റെ സിലബസ് കാര്യങ്ങൾ? ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഇതിലെങ്ങനെ വന്നിട്ടുള്ളത്? ഞങ്ങളുടെ സീനിയേഴ്സ് വരെയുള്ള ബാച്ചിന് അത് ഇയർ കോഴ്സ് ആയിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ മുതൽ അത് സെമസ്റ്ററായി. ഞങ്ങളാണ് ഫസ്റ്റ് സെമസ്റ്റർ ബാച്ച്. അതെന്ന് പറയുമ്പോൾ 4 ഇയർ ആണല്ലോ, അപ്പം 8 സെമസ്റ്റേഴ്സ് ആയിരിക്കും നമുക്കിപ്പോൾ ഉണ്ടാവുക. ഒരു വർഷം 2 സെമസ്റ്റർ. അതിൽ 7 സെമസ്റ്റർ വരെ നമുക്ക് തിയറി എക്സാംസ് ഉണ്ടാകും. അതിൻ്റെ ലാസ്റ്റ് 8th സെമസ്റ്റർ നമുക്ക് ഇന്റേൺഷിപ്പ് ആയിരിക്കും. അതിൻ്റെ ലാസ്റ്റ് പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടാകും. അപ്പം ഫസ്റ്റ് സെമ്മിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അനാട്ടമി, ഫിസിയോളജി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടാണല്ലോ പഠിക്കാൻ പോകുന്നത്. അപ്പം ബേസിൽ നിന്നാണ് നമുക്ക് തുടങ്ങുക. അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി, പിന്നെ നഴ്സിംഗ് ഫൗണ്ടേഷൻ. പിന്നെ സെക്കൻഡ് ഇയറിലോട്ടേക്ക് വരുമ്പോൾ മൈക്രോബയോളജി, പിന്നെ ഫാർമക്കോളജി, AHN, അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ്, അങ്ങനെ നഴ്സിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഉള്ളത് സെക്കൻഡ് ഇയർ മുതൽ ഇങ്ങനെ പഠിച്ചു വരും. പിന്നെ തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, അത് പറയുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോയി പോസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവും നമുക്ക്. പിന്നെ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, അത് ഓരോരോ കോളേജ് അനുസരിച്ചിരിക്കും. ഞങ്ങളുടെ കോളേജിൽ ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റിംഗ് ഉണ്ട്. മെൻ്റൽ ഹെൽത്തിനാണെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ ഞങ്ങളെ കൊണ്ടുപോകും. അത് ഡിപ്പെൻസ് ആണ്, എല്ലാ കോളേജിനും കിട്ടുമെന്ന് അറിയത്തില്ല. ഞങ്ങളുടെ കോളേജിനുണ്ട്. ഈ ഫോർത്ത് ഇയർ വരുന്ന സമയത്ത് ഫോർത്ത് ഇയറിൽ പിന്നെയും കമ്മ്യൂണിറ്റീൻ്റെ സെക്കൻഡ് പാർട്ട് OBG ഉണ്ട്. പിന്നെ റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്,
പിന്നെ ലാസ്റ്റത്തെ സെമസ്റ്റർ ഇന്റേൺഷിപ്പ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ നഴ്സിംഗ് കരിയർ ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് പല ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് ജോബ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഈ കോഴ്സിലോട്ട് വരുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ നഴ്സുമാർ റെക്കമെൻഡ് ചെയ്തിട്ട് നഴ്സിംഗ് എടുക്കുന്ന കുട്ടികളുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള പ്രൊഫഷണൽസ് റെക്കമെൻഡ് ചെയ്തിട്ട് നഴ്സിംഗിലോട്ട് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ വരുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ, നഴ്സിംഗ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ട സ്കിൽ സെറ്റുകൾ എന്തൊക്കെയാണ്? അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് പേഷ്യൻസ്, ക്ഷമ വേണം. നമ്മൾ പേഷ്യൻസുമായിട്ട്, രോഗികളുമായിട്ട് നമ്മൾ ഇടപെടുന്നതുകൊണ്ട് അവരുടെ മൂഡും എന്താണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതെല്ലാം ഹാൻഡിൽ ചെയ്യാന്നുള്ളത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ആയിട്ടുള്ള ഇത്. പിന്നെ ഡോക്ടേഴ്സ്, പിന്നെ അവിടുത്തെ ഫാക്കൽറ്റീസസ്, അവിടുത്തെ ഓരോരോ ആൾക്കാരായിട്ടുള്ള ഇടപെടുകാനുള്ള ഒരു രീതി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. പിന്നെ നമുക്ക് നൈറ്റ് ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടാകും, അപ്പം ടൈം മാനേജ്മെൻ്റ് എല്ലാം പക്കയായിട്ടുണ്ടാവണം. പിന്നെ പറയുകയാണെങ്കിൽ ഓവർ വൈബ് മാത്രം പ്രതീക്ഷ വരരുത്, കാരണം അത്ര വൈബ് ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എല്ലാം റെഡിയാക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. ഓവർ പ്രതീക്ഷ വരരുത്. അടുത്തത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് എത്രത്തോളം ഉണ്ട്? ഹയർ എഡ്യൂക്കേഷൻ നമ്മൾ ഇപ്പോൾ നഴ്സിംഗ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ചിലവർ വർക്കിങ്ങിന് പോകും, അല്ലെങ്കിൽ ചിലർ ടീച്ചിങ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് MSc പഠിക്കുക. MSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടീച്ചറായിട്ട് നഴ്സിംഗ് കോളേജസിൽ വർക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഇപ്പോൾ PVBC GNM കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് PVBC കോഴ്സ് എടുത്താൽ അവർക്ക് BScൻ്റെ ആ ഒരു ലെവൽ എത്താം. അത് കഴിഞ്ഞിട്ട് അവർക്കും MSc എടുക്കാം, അതേപോലെ തന്നെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം. MScയിൽ തന്നെ കുറേ സ്പെഷ്യലൈസേഷൻ ഉണ്ട്, ഓങ്കോളജി, OBG, പിന്നെ കമ്മ്യൂണിറ്റി, അങ്ങനെ പല പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ഇപ്പം നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. അത് ഇയറിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ വാർഡ് ഇൻചാർജ് ആവുക, സൂപ്രണ്ട് ആവുക, സൂപ്പർവൈസർ, പിന്നെ വേണമെങ്കിൽ നമുക്ക് മെഡിക്കൽ ഓഫീസേഴ്സ് വരെ ആവാം. ഓക്കെ, അത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ് ആക്ച്വലി നഴ്സിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മരിയ ഇപ്പം 4 വർഷമായിട്ട് മൈസൂരാണ് വന്ന് പഠിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റ്സേ മരിയൊക്കെ +2 കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പിന്നെയും ഒരു 10,000 നിയർ ബൈ സീറ്റ്സ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിന് പുറത്തോട്ടേക്ക് വന്ന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മരിയയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വന്ന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പം നമ്മുടെ നാട്ടിലും പുറത്തും എല്ലായിടത്തും ആണെങ്കിലും ഇപ്പം നഴ്സിംഗ് കോളേജസ് കുറേ വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഠിച്ചിറങ്ങുമ്പം ജോലി സാധ്യതകൾ ഉണ്ട്, കുറവല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇപ്പം കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ജോലി സാധ്യതകൾ കുറച്ച് ഒരു ചെറിയൊരു ബാരിയറാണത്. അപ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കോളേജിൽ, ഇപ്പോൾ കുറേ ഫേക്ക് ആയിട്ടുള്ള കുറേ കോളേജസ് വരുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ കോളേജിൽ തന്നെ കഴിഞ്ഞ വട്ടം പ്രാക്ടിക്കൽസിന് വന്നായിരുന്നു കുറേ പിള്ളേർ. അവർക്കൊന്നും ക്ലിനിക്കലിൽ തന്നെ പ്രാക്ടിക്കൽസ് കിട്ടിയിട്ടേ ഇല്ല, ആകെ ഒരാഴ്ചങ്ങാണ്ട് കിട്ടിയിട്ടുള്ളൂ. ആ ഒരു പ്രാക്ടിക്കൽസ് വെച്ചിട്ട് അവർക്ക് ഒരു നോളേജും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറേ എൻക്വയറി ചെയ്യണം. അല്ലാണ്ട് ആരെങ്കിലും ഒന്ന് ഇവിടെ പൊക്കോ, ഇവിടെ വലിയ ഫീസ് ഇല്ല, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമല്ലോ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ പോകരുത്. നമ്മൾ എല്ലാവരോടും അന്വേഷിച്ച്, അവിടെ പഠിക്കുന്ന കുറേ പിള്ളേരുണ്ടാവുമല്ലോ, അവിടെ പഠിക്കുന്നവരോട് അവിടെ നമ്മൾ പോയി കണ്ട് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. അതേപോലെ ഇപ്പം കുറേ ഏജൻസീസ് ഉണ്ട്, അവരോടും എൻക്വയറി ചെയ്യാം. ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ തന്നെ പോയി അവിടെ പോയി ചോദിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, INC KNC അപ്രൂവ്ഡ് അല്ലാത്ത കുറേ കോളേജസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും നോക്കുക. മരിയ പറയുന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. കാരണം ഇപ്പോൾ നമ്പർ ഓഫ് കോളേജുകളുടെ എണ്ണം നഴ്സിംഗിന് ഡിമാൻഡ് കൂടിയത് കൊണ്ട് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കർണാടകത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും ആന്ധ്രാപ്രദേശിലാണെങ്കിലും തെലങ്കാനയിലാണെങ്കിലും ഇതുപോലത്തെ മറ്റുള്ള കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലൊക്കെ നഴ്സിംഗ് കോളേജുകൾ കൂന് മുളക്കുന്നത് പോലെയാണ്. മഴക്കാലമാകുമ്പോൾ കൂന് മുളക്കുമല്ലോ, അതേപോലെയാണ് നഴ്സിംഗ് കോളേജുകൾ പൊട്ടിമുളച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നഴ്സിംഗ് കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ, ഒന്നെന്ന് പറയുന്നത് പഴക്കമുള്ള നഴ്സിംഗ് കോളേജുകളിൽ മാക്സിമം അഡ്മിഷൻ എടുക്കാൻ നോക്കുക. കാരണം പണ്ട് മുതലേയുള്ള നഴ്സിംഗ് കോളേജ് ആകുമ്പോൾ അത് വാലിഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജ് ആയിരിക്കും.
കാരണം പുതുതായിട്ട് വരുന്ന നഴ്സിംഗ് കോളേജിന് ചിലപ്പോൾ വേണ്ടത്ര ടീച്ചേഴ്സ് ഉണ്ടാവണമെന്നില്ല, പഠിപ്പിക്കുന്ന ഫാക്കൾട്ടീസ് നല്ലതായിരിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട ലാബുകൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒന്നും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ട് ട്രെയിനിങ് കൊടുക്കത്തില്ല. ഇവരുടെ ഫണ്ടമെന്റൽ ലാബുകളൊക്കെ ഇവർക്ക് ഇവരുടെ കോളേജിൽ വേണം. അപ്പോൾ ഇതിൽ ഒരുപാട് ലാബുകളുണ്ട്. അനാട്ടമിയുടെ ലാബുണ്ട്, മൈക്രോബയോളജിയുടെ ലാബുണ്ട്, പാത്തോളജി, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ ഓഫ് നഴ്സിംഗ്, ഗൈനക്കോളജി ആൻഡ് OBGയുടെ ലാബുണ്ട്. ഇതുപോലത്തെ ലബോറട്ടറീസും ലൈബ്രറീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ടുള്ള കോളേജുകളിൽ മാക്സിമം അഡ്മിഷൻ എടുക്കാൻ നോക്കുക. ഇപ്പോൾ പഴക്കമുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ നോക്കുക. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജുകൾ, നമുക്ക് നഴ്സിംഗ് കോളേജുകൾ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് മെഡിക്കൽ കോളേജസ് ആണ്. മെഡിക്കൽ കോളേജസ് എന്ന് പറയുമ്പോൾ, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മെഡിസിൻ പഠിപ്പിക്കുന്നുണ്ട്. മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? MBBS എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മറിയ പഠിക്കുന്ന കോളേജ് ആക്ച്വലി JSS കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്. പക്ഷേ ഇവരുടെ അതേ മാനേജ്മെന്റിന്റെ അണ്ടറിലാണ് JSS മെഡിക്കൽ കോളേജ് വരുന്നത്. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന എക്സ്പോഷർ അത്രത്തോളം ആയിരിക്കും. കാരണം ഒരു മെഡിക്കൽ കോളേജിലെ എല്ലാ ഫെസിലിറ്റീസും ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴുള്ള ഒരു ബെനിഫിറ്റ്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറി ഓഫ് കോളേജ് എന്ന് പറയുന്നത് ഓൺ ഹോസ്പിറ്റൽ. മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി ഓൺ മെഡിക്കൽ കോളേജിന്റെ ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. കാരണം MBBS BDS മുതലുള്ള എല്ലാ മെഡിക്കൽ കോഴ്സസും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ വേണം. മെഡിക്കൽ കോളേജ് ആകുമ്പോൾ ആ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഹോസ്പിറ്റൽ ഉണ്ടാവും. ഇനി അതേപോലെ തന്നെ രണ്ടാമത് വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് ഓൺ ഹോസ്പിറ്റലുള്ള കോളേജസ് ഉണ്ട്. അവർക്ക് MBBS എന്ന് പറയുന്ന കോഴ്സ് ഉണ്ടാവണമെന്നില്ല. MBBS എന്നുള്ള കോഴ്സ് ഉണ്ടെങ്കിലാണ് അത് മെഡിക്കൽ കോളേജ് ആവുന്നത്. ചിലപ്പോൾ MBBS ഉണ്ടാവണമെന്നില്ല, നല്ല ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള നല്ല പേഷ്യന്റ് ഫ്ലോ ഉള്ള നല്ല ഹോസ്പിറ്റൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ നല്ല പേഷ്യന്റ് എക്സ്പോഷർ കിട്ടുന്ന മിനിമം ഒരു 150 ബെഡെങ്കിലും ഹോസ്പിറ്റലുള്ള കോളേജുകൾ നിങ്ങൾ മാക്സിമം സെലക്ട് ചെയ്യുക. അപ്പോൾ അതാകുമ്പോഴേ നമുക്ക് കുറച്ചും കൂടി ബേസിക് എക്സ്പോഷർ കിട്ടുള്ളൂ. എന്നാലും ആ കോളേജിന്റെ കാര്യങ്ങൾ, ഹോസ്പിറ്റൽ വേറെ കോളേജ് വേറെ. നമ്മൾ പഠിക്കുന്ന കോളേജിലാണ് വേണ്ടത്ര ഫാക്കൽറ്റീസ് ഉണ്ടോ, വേണ്ട ഫെസിലിറ്റീസിലാണ് ലാബ്സും ലൈബ്രറി കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഓൺ എക്സാം സെൻറ്റർ ഉണ്ടോ എന്നുള്ളത്. ഇപ്പോൾ നിങ്ങളൊക്കെ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾക്കുള്ള എക്സാംസ് ഒക്കെ നിങ്ങളുടെ കോളേജിൽ തന്നെ നടക്കുന്നത്. പക്ഷെ വേറെയുള്ള കോളേജിൽ നിന്നുള്ള കുട്ടികളും നിങ്ങളുടെ കോളേജിൽ വന്നിട്ട് എക്സാം എഴുതാറുണ്ട്. അതെന്താ? എക്സാം സെന്റർ ഇല്ലാത്ത കോളേജിൽ പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓൺ എക്സാം സെന്റർ ഉണ്ടോ എന്നുള്ളതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി ഓഫ് കോളേജ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. അതായത് ഇവർക്ക് ഹോസ്പിറ്റലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല, ഒരു ബിൽഡിംഗ് ഉണ്ടാവും, അവിടെ നഴ്സിംഗ് കോഴ്സിന് അഫിലിയേറ്റഡ് ആയിരിക്കും, പക്ഷെ സ്വന്തം ഹോസ്പിറ്റലോ സ്വന്തമായിട്ടുള്ള ഒന്നും ഉണ്ടാവത്തില്ല. ഇവർ ഏതെങ്കിലും ഒരു ഔട്ട്സൈഡ് ഹോസ്പിറ്റലായിട്ടാണ് ഇവരെന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക, ആ ഹോസ്പിറ്റലിൽ ട്രെയിനിങ് കൊടുക്കും. മോശം എന്നല്ല പറയുന്നത്, ആ ഔട്ട്സൈഡ് ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് കൊടുക്കുന്നത് നല്ല ഹോസ്പിറ്റലാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അത് നല്ല ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടും. ഇനി ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല ഹോസ്പിറ്റലായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പോൾ പല കുട്ടികളും ഇതേപോലെ പുറത്ത് പഠിക്കുന്ന കുട്ടികൾ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത്, ഞങ്ങൾക്ക് സാറേ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ ഞങ്ങൾക്ക് ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു, തേർഡ് ഇയറും ഫോർത്ത് ഇയറും അപ്പോൾ ആ ഹോസ്പിറ്റലായിട്ടുള്ള ടൈപ്പ് ഇല്ല, ഇപ്പോൾ വേറെ ഏതൊരു ലോക്കൽ ഹോസ്പിറ്റലാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഒരു കോളേജിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഒരു ടീച്ചർ 40 കുട്ടികളെ പഠിപ്പിക്കുന്നതും 200 കുട്ടികളെ പഠിപ്പിക്കുന്നതും തമ്മിൽ നല്ല മാറ്റമുണ്ട്. കാരണം 40 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ടീച്ചറിന് മേ ബി ആ 40 കുട്ടികളുടെ പേരും വിവരങ്ങളും തലയിൽ നിൽക്കും. 200 കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ആ ടീച്ചറാണെങ്കിലും, കാരണം ഇപ്പോൾ പല കോളേജിലും, ഇപ്പോൾ കർണാടകത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും പല കോളേജിലും 40ഉം 80ഉം സീറ്റുള്ള കോളേജുകളൊക്കെ ഇപ്പൊ 200ഉം 300ഉം സീറ്റിലോട്ട് ആയിട്ടുണ്ട്. 250 സീറ്റ് വരെയുള്ള കോളേജുകൾ പല സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കോളേജിലുള്ള ഇൻടേക്ക് എത്രത്തോളം ഉണ്ട്, ഇതിന് INC-യുടെ അഫിലിയേഷൻ, INC-യുടെ അപ്രൂവൽ ഉണ്ടോ എന്ന് നോക്കണം. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിങ്ങിന്റെ. അതുപോലെ തന്നെ കർണാടകത്തിലാണെങ്കിൽ കർണാടകത്തിനായിട്ട് സെപ്പറേറ്റ് നഴ്സിംഗ് കൗൺസിലിംഗ് ഉണ്ട്, തമിഴ്നാട്ടിലെ തമിഴ്നാട് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിംഗ് ഉണ്ട്, കേരളത്തിൽ കേരള സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിംഗ് ഉണ്ട്. ഇതുപോലെ അതാത് സംസ്ഥാനങ്ങളുടെ നഴ്സിംഗ് കൗൺസിലിംഗിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജിലാണോ പഠിക്കുന്നത് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, കേരളത്തിന് പുറത്തൊക്കെ പോയി പഠിക്കുമ്പോൾ
ഹോസ്റ്റൽ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണം കിട്ടുന്ന, ഇപ്പോൾ കേരളത്തിന് പുറത്തുള്ള പല കോളേജ്, ഇപ്പോൾ JSSന്റെ ഹോസ്റ്റലിൽ എനിക്ക് തോന്നുന്നു കന്നഡ ഫുഡല്ലേ കൊടുക്കുന്നത്, വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതേപോലെ ഓരോ കോളേജിനും ഓരോ ടൈപ്പ് ഓഫ് ഹോസ്റ്റൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഹോസ്റ്റലിന്റെ കാര്യം നമ്മൾ നല്ല രീതിയിൽ അന്വേഷിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നഴ്സിങ്ങിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് അന്വേഷിക്കേണ്ടത്. പിന്നെ പഠിക്കുക, നല്ല രീതിയിൽ പഠിച്ചിറങ്ങുക. ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ ഉപരിപഠനം പഠിക്കുക. ഇനി പുറത്തോട്ടേക്ക് പോകാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് തോന്നുന്നു 1-2 വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ വേണം തോന്നുന്നു. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അത് ഓരോരോ രാജ്യങ്ങളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതാത് രാജ്യങ്ങളുടെ എക്സാംസ് ഉണ്ട്. ഇപ്പൊ ദുബായിലോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ DHA എന്ന് പറയും, ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാം എഴുതി പാസ്സായിരിക്കണം. പിന്നെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലോട്ടാണെന്നുണ്ടെങ്കിൽ OET, ഒക്യുപേഷൻ ഇംഗ്ലീഷ് ടെസ്റ്റ് അല്ലെങ്കിൽ IELTS ഒക്കെ ഉണ്ട്. ഇതൊക്കെ എഴുതി പാസ്സായാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ നഴ്സിംഗ് എന്ന് പറയുന്ന കരിയറിനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. നഴ്സിംഗ് എത്ര വർഷമാണ്, ആർക്കൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നത്, ഇതിൻ്റെ സിലബസ് എന്താണ്, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ട്, പുറത്തോട്ടേക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നിങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിയുമായിട്ടാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ നഴ്സിംഗ് എന്ന് പറയുന്നത് നല്ലൊരു പ്രൊഫഷനാണ്, നോബിളായിട്ടുള്ള പ്രൊഫഷനാണ്. ഏത് കാലത്തും ജോബ് കിട്ടാൻ നല്ല ഡിമാൻഡുള്ളൊരു പ്രോഗ്രാമാണ് നഴ്സിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി +2 കഴിഞ്ഞതിന് ശേഷം നഴ്സിംഗിലോട്ട് വരാൻ പോകുന്ന നമ്മുടെ കുട്ടികളോട് എന്താണ് നഴ്സിംഗ് 4th ഇയർ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഫൈനലായിട്ട്? നഴ്സിംഗ് എടുക്കുന്നവർ മാക്സിമം നാട്ടിൽ കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ ഇൻകേസ് കിട്ടിയില്ലെങ്കിൽ ഇപ്പം പുറത്തെവിടെയെങ്കിലും വരുവാണെങ്കിൽ നല്ല കോളേജ് ചൂസ് ചെയ്യുക. അത്യാവശ്യം നന്നായി എൻക്വയർ ചെയ്തിട്ട് ബെസ്റ്റ് കോളേജ് തന്നെ ചൂസ് ചെയ്യുക. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും റിപ്ലൈ മര്യാദ ഇരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ചാനലിലും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് അപ്ഡേറ്റുകൾ നിങ്ങളുടെ വാട്സപ്പിലോട്ട്, ഇപ്പോൾ വെറൈറ്റി ഓഫ് എൻട്രൻസ് എക്സാംസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ചാനലിലൂടെ ലഭ്യമാവുന്നതായിരിക്കും ഇൻഫോർമേഷൻസ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.